ഹലോ അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ നിഹാല നാസിക്, ഈസി ഹോം കുക്ക്. അപ്പം നമുക്കിന്ന് നല്ല ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഒരു പാനിപ്പൂരി ഷവർമ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിങ്ങനെ ഓൾറെഡി ചിക്കൻ ഇങ്ങനെ പീസാക്കിയിട്ടൊക്കെ കായം തേച്ചിട്ട് നമ്മൾ സാധാ കായം തേച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് യൂസ് ആക്കാൻ പറ്റുമല്ലോ. അപ്പം ചിക്കൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കിയിട്ട്. എന്നിട്ട് അതൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് മയോണൈസ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം. ഇനി പാക്കറ്റായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് അതിലേക്ക് സോസും എടുത്തിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളി, ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തത്. പിന്നെ ചെറിയൊരു കഷ്ണം ക്യാബേജും എടുത്തിട്ടുണ്ട്. അത് നല്ല ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണേ ക്യാബേജ്. പിന്നെ ഈ ഒരു ചിക്കനിലേക്ക് നമ്മൾ ഈ ഒരു മിശ്രിതം ആഡ് ചെയ്തിട്ട് ആ ഒരു എന്താ പറയുക, മയോണൈസും നമ്മൾ സോസും കൂടി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പാനിപ്പൂരി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പാനി ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. കാരണം അതിൽ പുളി, ശർക്കര ഒക്കെ നമുക്ക് വറ്റിച്ചെടുക്കേണ്ട ആവശ്യം, അങ്ങനെയുള്ള കുറേ പണികളൊക്കെ ഉണ്ട്. അപ്പം ഈ പാനിപ്പൂരി ഐറ്റം നമുക്കിതുപോലെ ഇങ്ങനെ വാങ്ങാൻ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് പാനിപ്പൂരി ഷവർമ തന്നെയാണ് കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്കിത് ചെയ്തെടുക്കാനായിരിക്കും, പെട്ടെന്ന് പണി കഴിയും. അങ്ങനെ ഈ ഒരു ഞാനിത് ജാംജൂമെന്നാട്ടോ വാങ്ങിയത്. ഇതുപോലെ ഇങ്ങനെ ഒരു റൗണ്ട് ആയിട്ടുള്ള സാധനമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒന്നും ഇതിങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ പൊരിച്ച് കഴിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഐറ്റമാണ്. പക്ഷേ പിന്നെ എൻ്റെ ഉമ്മയാണ് കേട്ടോ പറഞ്ഞത് പാനിപ്പൂരിൻ്റെ സാധനമാണെന്നൊക്കെ. അങ്ങനെ ഞാൻ അന്ന് കുറച്ചായി ഇത് വാങ്ങി വെച്ചിട്ട് പിന്നെ എന്താ പറയുക, ഓരോ തിരക്കിൻ്റെ ഇടയിൽ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ അത് നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് എടുത്ത് പൊരിക്കാം. പൊരിക്കുന്ന സമയത്ത് ചിലതൊക്കെ നല്ല ബോൾസായിട്ട് നല്ല വലുതായിട്ട് തന്നെ വരുന്നുണ്ട്, ചിലത് കുഞ്ഞനായിട്ടും വരുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ അടിഭാഗം കുറച്ചൊരു കളർ വ്യത്യാസം വരുന്നേ ഉള്ളൂ. പക്ഷേ കരിഞ്ഞ ചോയ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയാക്കി സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും എങ്ങനെയാണ് ഇതിലേക്ക് നിറയ്ക്കുന്നുണ്ടല്ലേ. നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് സെറ്റാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇട്ട് അപ്പം തന്നെ കഴിക്കണം കേട്ടോ. ആ ഒരു സമയം തന്നെ നമ്മളതെടുത്ത് കഴിക്കണം. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇത് ചെയ്ത് വെക്കരുത്. ആ ഒരു സമയം തന്നെ ഇത് ചെയ്ത് നമ്മൾ ഫില്ലിങ് നിറച്ചതിന് ശേഷം തന്നെ നമ്മളത് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോഴാണ് ഇപ്പോൾ നമ്മൾ പാനിപ്പൂരിയൊക്കെ വാങ്ങുന്ന സമയത്താണെങ്കിലും കുറച്ച് നേരം അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗമൊക്കെ എന്താ പറയുക, ഒരു ഉണങ്ങിയ പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത സമയത്ത് തന്നെ കഴിക്കണം എന്ന് പറയുന്നത്. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. പുറത്തൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ എനിക്ക് കിട്ടി. ഞാൻ നോമ്പിന് മാത്തോട്ടം പോയിട്ട് അവരത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.